Cook Studio. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമുക്കൊരു പച്ച സ്രാവ് കറി വറുത്തരച്ച് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും കപ്പയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും സെറ്റാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കഷ്ണിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്രാവ് അത് നമുക്കൊരു പ്ലേറ്റിൽ വേണം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞത് ഒരു സൈഡിൽ വേണം നമുക്ക്. പിന്നെ കറിവേപ്പില, പുളി വെള്ളത്തിലിട്ട് വെച്ചത്. പുളി നമ്മുടെ കുടംപുളിയാണ്. പിന്നെ തേങ്ങ വറുത്തരച്ചത്. ഇതൊരു വറുത്തരച്ച സ്രാവ് മീൻ കറി ആയതുകൊണ്ട് വറുത്തരച്ച തേങ്ങ എണ്ണയിൽ ചുമ്മായിട്ട് ഞാൻ തേങ്ങ വറുത്തിട്ട് അരച്ച് വെച്ചതാണത്. പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കായപ്പൊടി വേണം നമുക്ക് ശകലം. ഞാനൊരു 4 to 5 ടൈംസ് ഇപ്പോൾ സ്ക്വീസ്, അല്ലെങ്കിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്നിട്ട് 6-7 ടൈംസ് ഞാൻ സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ഉപ്പും കൂടെ ഇടണേ. ഉപ്പൂടെ, കാരണം നമ്മുടെ ബാറ്ററിന് ഉപ്പ് വേണമല്ലോ, ഉപ്പൂടെ വേണം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഓക്കെ, ഒരു തവി വെച്ച് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളകും, കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, മൂപ്പിച്ച് നന്നായിട്ടൊരു വറുത്ത പോലത്തെ പരുവത്തിലാക്കി എടുക്കണം നമുക്ക്. അതുപോലെ എടുത്ത് നമുക്കതൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. ഓക്കെ, ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പെടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് തന്നെ വഴറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചമണം മാറുന്നത് വരെ തന്നെ വഴറ്റണം, അല്ലെങ്കിൽ മുളകിൻ്റെ നല്ല കുത്തലുണ്ടാവും. അപ്പം ഇത് എണ്ണമയമെല്ലാം ഈ ബാറ്ററിലേക്ക് പിടിച്ച്, ഈ അരപ്പിലേക്ക് പിടിച്ചതൊരു ഡ്രൈ പരുവാകും. ഇതേപോലെ ആവുന്ന സമയത്ത് നമുക്കത് ഒരു പാനിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം നേരത്തെ ഉള്ള വെച്ച് മീൻ കഷ്ണങ്ങളില്ലേ, അതെല്ലാം ഈ അരപ്പിലിട്ട് നന്നായിട്ട് തേച്ച് അതിൽ പിടിപ്പിക്കണം. അപ്പം നമ്മളതിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ചട്ടി, കറിച്ചട്ടി ഉണ്ടെങ്കിൽ മീൻ ചട്ടി ഉണ്ടെങ്കിൽ നല്ലത്. എനിക്ക് മീൻ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാൻ ഉപയോഗിക്കുന്നത്. ചട്ടിയിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തൂവിയിട്ട് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും ഇല്ലേ, ആ ഒരു എന്താ പറയുക, നമ്മുടെ വറവ് നമുക്ക് കുറച്ചെടുത്തിട്ട് ചട്ടിയുടെ അടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് 3-4 കറിവേപ്പിലയുടെ തണ്ട് കുഞ്ഞായിട്ട് മുറിച്ചാണ് വെച്ചേക്കുന്നത്. അതുകൂടെ നമുക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നമുക്ക് അതിൻ്റെ മേലെ സെറ്റ് ചെയ്ത് വെക്കണം. ഒരു ലെയർ കഴിയുമ്പം നേരത്തെ അതേ പ്രോസസ്സിങ്, നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെ അതേ പ്രോസസ്സിങ്, ഉള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്ക് വീണ്ടും ഒരു ലെയർ കൂടെ വെക്കാം. അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും മീൻ വെക്കാം. ഓക്കെ, വീണ്ടും മീൻ വെക്കുന്നു. ഇത് 2 പ്രാവശ്യം, അല്ലെങ്കിൽ എത്ര മീനുണ്ടോ അത്രയും പ്രാവശ്യം കേട്ടോ. ഞാൻ മീനിൻ്റെ അളവ് പറയാൻ പറഞ്ഞു, ഞാൻ 1/2 kg മീനായിരുന്നു കേട്ടോ എടുത്തത്. പിന്നെ നമ്മൾ വെള്ളം വേറെ പ്രത്യേകിച്ച് അധികമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ ഒഴിച്ചേക്കുന്നത് ഈ പുളിവെള്ളം, നേരത്തെ കുതിർത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. പിന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് തിളക്കട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ വറുത്തത്, കാരണം അതിൽ അത്യാവശ്യം വെള്ളത്തോടു കൂടി ഞാൻ അരച്ച് വെച്ചത്, അതുകൊണ്ടാണ് നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മീൻ വേവിച്ചത്. അതുകൂടെ വെച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ശ്രദ്ധിക്കുക, അടി പിടിക്കുന്നുണ്ടോ നോക്കണം. ഞാനൊരു 20 മിനിറ്റോളം ഞാൻ വേവിച്ച് കഴിഞ്ഞ് മീനിൻ്റെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു. ഇതാണ് നമ്മുടെ മീനിൻ്റെ ഇപ്പോഴത്തെ ഇത്. അപ്പം ഉപ്പും പുളിയൊക്കെ നോക്കി, അടിപൊളിയാണ്, ട്രൈ ചെയ്യാൻ.